എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ഇന്ദ്രൻ വിളിച്ചിട്ട് ആ ഞെട്ടിക്കുന്ന രഹസ്യം രാജലക്ഷ്മിയോട് പറയാണ്. കാരണം ഇന്ദ്രൻ പുഴയെ ചാടി എന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ രാജലക്ഷ്മി ഞെട്ടിത്തെരിച്ചു പോവാണ്. പിന്നീട് രാജലക്ഷ്മിയോട് പറഞ്ഞു, അതെ തന്നെ ചാടിയതല്ല, ഒരു സ്ത്രീയെ തള്ളിയിടുന്ന കണ്ടേന്ന് പറയാണ്. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാജലക്ഷ്മിയുടെ കിളി ആകെ പാറിപ്പോയി. കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വരെ താഴെ പോയി. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് അംബിക വരുന്നേ. അംബിക വന്നിട്ട്, എന്താ രാജലക്ഷ്മി, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുവാണ്. രാജലക്ഷ്മി ആ പാടെ സമനിലയേറ്റോടെ നിൽക്കുവാണ്. എന്റെ ഇന്ദ്രൻ എന്ന് മാത്രം പറയുന്നുണ്ട്, അവൻ എന്ത് പറ്റിയെന്നാ എന്ന് പറയണം. അപ്പോഴേക്കും വിശ്വം കൂടെ അങ്ങോട്ട് ഓടി വന്നു. എന്താ അമ്മേ, എന്താ കാര്യം ചോദിക്കാം. അത് മോനെ, നമ്മുടെ ഇന്ദ്രൻ പുഴയെ ചാടി എന്ന് പറയാണ്. പുഴയെ ചാടിയോ? അതെ, അവനെ ഏതോ ഒരു സ്ത്രീ തള്ളിയിട്ടെന്നാ പറയണെന്ന് പറയാം. അല്ല, ഇത് അമ്മയോട് ആരാ വിളിച്ചു പറഞ്ഞേ? എനിക്കൊരു അജ്ഞാത കോൾ ഇപ്പൊ എന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു പറയണേ. അല്ല, അവർക്ക് എങ്ങനെ അമ്മയുടെ നമ്പർ കിട്ടി? അതൊന്നും എനിക്ക് അറിയത്തില്ല വിശ്വം. നമുക്ക് എത്രയും പെട്ടെന്ന് ഇതേ പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം, ഒരു കംപ്ലൈന്റ് കൊടുക്കണമെന്ന് പറയണം. ഇത് കേട്ട വിശ്വം പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് പോവാം. ഇന്ദ്രേട്ടന് എങ്ങനെയാ എവിടെയൊന്നും അറിയത്തില്ല, ഒരു പക്ഷെ പുഴയെ ചാടിയിട്ട് ഇന്ദ്രേട്ടനാണെന്നോ നമുക്ക് ഉറപ്പൊന്നും ഇല്ലോന്ന് പറയാണ്. അങ്ങനെ വിശ്വം രാജലക്ഷ്മി അവരങ്ങനെ സ്റ്റേഷനിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ആകെപ്പാട് സമനില പോലെയാണ് ഋതു നിൽക്കുന്നത്. കാരണം ഇതുവരെയായിട്ടും പരസ്യത്തിൽ അഭിനയിക്കാനുള്ള നായകനും നായിക എത്തിയിട്ടില്ല. അവർക്കാണ് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു. ആ സമയത്തേക്ക് പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറയാണ്. അപ്പോഴേക്കും ഋതു പറഞ്ഞു, നിൽക്കുക, അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യാന്ന് പറയണേ. എത്ര സമയം വെയിറ്റ് ചെയ്താലാ? ഇനിയിപ്പോ വെയിറ്റ് ചെയ്താലോ അവര് വരാൻ പോകുന്നില്ല, അവര് വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അതെ, എനിക്ക് വേറെ ഷൂട്ടുള്ള, നിങ്ങൾ ഇതൊന്നും നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല, അറിയാലോ. അതിപ്പോ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ട് പോകേണ്ട കാര്യമെന്നൊക്കെ പറയാണ്. ഇല്ല, ഇന്ന് പറ്റില്ലെങ്കിൽ നാളെ ഒരു ദിവസം കൂടെ എടുത്തിട്ടാണ് ഇതെനിക്ക് തീർക്കേണ്ട കാര്യമെന്ന് പറയാണ്. ഈ സമയം ഋതു നേരെ അച്ഛനെ ഫോൺ ചെയ്യണം. അച്ഛനെ ഫോൺ ചെയ്തിട്ട്, നീ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് പറയണം. എന്താ ഋതു, എന്താ കാര്യം? അതൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് വരാൻ പറയാണ്. ഋതുവിന്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. അച്ഛനെ വെച്ച് ഒരു പരസ്യം ഷൂട്ട് ചെയ്താലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായി. ഒരു പക്ഷെ അച്ഛൻ നല്ലതായിരിക്കും, പക്ഷേങ്കിൽ അച്ഛൻ്റെ കൂടെ അഭിനയിക്കാനായിട്ട് വേറെ ഒരാളും കൂടെ വേണമല്ലോ. എന്നാലും അച്ഛൻ ആദ്യം വരട്ടെ എന്നൊരു ചിന്ത ഋതുവിന്റെ മനസ്സിലുണ്ടാവണം. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. സേതുവിനെ പല്ലവിയെ കണ്ടതും ശ്രീഹരി ഓടി ചെല്ലുവാണ് അവരുടെ അടുത്തേക്ക്. പെട്ടെന്ന് സേതു ചോദിച്ചു, എന്താടെ കാര്യം, എന്താന്ന് ചോദിക്കാം. എന്റെ സേതു ഏട്ടാ, ഇവിടെ പരസ്യത്തിന് ഷൂട്ടൊന്നും നടന്നില്ലെന്ന് പറയാം. കാര്യം എന്താന്ന് പറ, ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ, അവർക്ക് ആക്സിഡന്റ് സംഭവിച്ചെന്ന് പറയാണ്. ഇങ്ങോട്ട് ഷൂട്ടിങ്ങിന് വന്നേ. ഓഹോ, അപ്പൊ ഇനി എന്ത് ചെയ്യുന്ന അറിയത്തില്ല, ഞാൻ ഋതുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സേതു നേരെ ഋതുവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഋതുവിനോട് എന്നിട്ട് ചോദിച്ചാൽ, അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ എന്തിന്റെ പ്ലാൻ ചോദിക്കുകയാണ്. ഞാൻ ചില പ്ലാനുകളൊക്കെ കണ്ടിട്ടുണ്ട്, അച്ഛനെ വെച്ച് ഒരു പരസ്യം ആഡ് ചെയ്താലോന്ന് ഒരു തീരുമാനം ഉണ്ടെന്ന് പറയാം. അച്ഛനെ വെച്ചോ, അതിന് അവള് സമ്മതിച്ചോന്ന് ചോദിക്കും. അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല, പറയണമെന്ന് പറയാണ്. പിന്നീട് അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യം പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനോ അതൊന്നും ശരിയാകത്തില്ല ഋതു, എനിക്കത് പറ്റില്ല എന്ന് പറയണം. നീ എന്താ അച്ഛൻ ഇങ്ങനെ പറയണ? ഈ സമയത്ത് ഈ ഷൂട്ട് നടന്നില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെ കമ്പനിക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത് അറിയാലോ. ഇപ്പൊ തന്നെ ഇന്ന് തന്നെ ഷൂട്ട് നടത്തണ്ട, പിന്നെ ഇയാൾ പോയിട്ടുണ്ടെങ്കിൽ ഇയാളെ പിന്നെ കിട്ടത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും പ്രൊഡ്യൂസർ അങ്ങോട്ട് വന്നിട്ട്, എന്താ നിങ്ങളുടെ തീരുമാനം, പെട്ടെന്ന് തീരുമാനം പറയണമെന്ന് പറയണം. അപ്പോഴാണ് പല്ലവിനെ കാണുന്നത്. പല്ലവിനെ കണ്ടു കഴിഞ്ഞപ്പോ ചോദിച്ചു, അല്ല ഇതാള് കൊള്ളാലോ, ഇവര് വല്ല മോഡലോ ആയിരുന്നോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതു പല്ലവിനെ ഒന്ന് നോക്കുവാണ്. പെട്ടെന്ന് സേതു പറഞ്ഞു, അതെ ഇത് മോഡലൊന്നും അല്ലാന്ന് പറയാം. അല്ല ഇവരെ കൊള്ളാലോ, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പം പെൺകുട്ടീനെ കിട്ടിയില്ലെങ്കിൽ ഇവരെ വെച്ചങ്ങ് പരസ്യം ഷൂട്ട് ചെയ്താൽ എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഋതു പറഞ്ഞു, അതിനുള്ള ആളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരെ എന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കണം. അതോ ഞാൻ നോക്കിയിട്ട് ഈ പരസ്യത്തിന് പറ്റിയ മോഡൽ ഈ പെൺകുട്ടി ആയിരിക്കുമെന്ന് പറയാണ്. ഇത് കേട്ടിപ്പോ അച്ഛൻ പറഞ്ഞു, അത് കൊള്ളാം, പല്ലവി ചേച്ചി പരസ്യത്തിനകത്ത് അഭിനയിക്കുകയാണ്, സൂപ്പർ ആയിരിക്കും എന്ന് പറയണം. ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല. ഋതു പറഞ്ഞു, അതെ ഞാൻ തീരുമാനിച്ചോളാം അച്ഛനോട് പറയാണ്. ഈ സമയത്ത് അയാൾ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിന്റെ കാര്യം ഒന്നും നടത്താൻ നോക്കാം, അല്ലെ പിന്നെ എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവാണ്. ആകെപ്പാടെ പെട്ട അവസ്ഥയെ പോയി ഋതുവിന്. ഈ സമയം അച്ഛൻ വന്ന് ഋതുവിനോട് പറഞ്ഞു, അതെ പല്ലവി ചേച്ചി തന്നെ മതി, പല്ലവി ചേച്ചി എന്താണെങ്കിലും പൊളിക്കും എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഋതുവിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ കൊല്ലപ്പം, എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അവസാനം പല്ലവിയുടെ അടുത്ത് വന്നിട്ട് അച്ഛൻ ചോദിച്ചു, അല്ല പല്ലവി ചേച്ചിക്ക് ഈ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, ഞാനോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയണം. സേതു പറഞ്ഞു, അത് നല്ലൊരു കാര്യമല്ലേ,
പരസ്യത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞാല് പല്ലവിയെ കൊണ്ട് സാധിക്കും എന്ന് പറയാം. എനിക്ക് വയ്യ സേതുട്ടാ, എനിക്ക് പറ്റില്ല എന്ന് പറയാ. പല്ലവിയുടെ മനസ്സ് നിറയെ ഇന്ദ്രനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എങ്ങനെ എന്താവുന്നൊന്നും അറിയത്തില്ല. ആ സമയത്താണ് ഈ പരസ്യ ഷൂട്ടുമൊക്കെ. പിന്നീട് സേതു പറഞ്ഞു, പല്ലവി ഞാൻ പറയുന്നൊന്ന് അനുസരിക്ക്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല, നീ ചെയ്യാനൊക്കെ പറയാണ്. അവസാനം പല്ലവി പറഞ്ഞു, ശരി ഞാൻ ചെയ്യാൻ സമ്മതിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എന്റെ കൂടെ സേതുവേട്ടനും ഉണ്ടാവണമെന്ന് പറയാം. സേതു പെട്ടുപോയി. ഒരു കണ്ടീഷൻ മാത്രമേ പല്ലവി വെച്ചുള്ളൂ. സേതു ഞാനോ? ഞാനെങ്ങനെ? സേതുവേട്ടൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് സമ്മതം എന്ന് പറയണം. അച്ചു പറഞ്ഞു, അങ്ങനെയാണെ പൊളിക്കും, രണ്ടുപേരും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും എന്ന് പറയാണ്. അങ്ങനെ അവസാനം അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിനെ ഷൂട്ടിനോട് ഒരുക്കാനൊക്കെ ഇട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ പല്ലവിനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം ഋതു വന്നിട്ട് പറഞ്ഞു, അച്ചു ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയണം. ഇത് കേട്ടതോ അച്ചു പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല, പല്ലവി ചേച്ചീനെ കാണാനാ ഒന്നുകൂടെ നല്ല ഭംഗി, ഈ ഷൂട്ടിന് ചേരുന്ന പല്ലവി ചേച്ചിയാന്ന് പറയണം. ആ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് വിശ്വവും രാജലക്ഷ്മിയും കൂടെ എത്തുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ എന്റെ മോനെ കാണാനില്ല, എന്റെ മോനെ പുഴയെ ചാടി ഒരു പെൺകുട്ടി തള്ളിയിട്ടെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു കോള് വന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ മാട വരുന്നിരുന്നേ, എസ് ഐ മാട പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, ഒരാൾ പുഴയെ ചാടി എന്ന് പറഞ്ഞ, ആരാ എന്താന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയാണ്. അത് എന്റെ മോനാ മാഡം, ഒരാൾ വിളിച്ചെന്നെ പറഞ്ഞാന്ന് പറയാണ്. അല്ല നീക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ മോനെ? എനിക്കറിയില്ല, എന്റെ മോനെ വിളിച്ചിട്ട് ഞാൻ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇത് അറിഞ്ഞ ഉടനെ രാജലക്ഷ്മി ഇന്ദ്രനെ ഫോണിൽ വിളിച്ചു നോക്കിയായിരുന്നു, പക്ഷെ സ്വിച്ച് ഓഫ് എന്ന മറുപടി പറഞ്ഞേ. അതുകൊണ്ട് രാജലക്ഷ്മി ആ പാ ടെൻഷനായി. അവനങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നവനല്ല, അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് പോലീസുകാരൻ കൂട്ടിക്കൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ്, ആ പുഴയുടെ അങ്ങോട്ട് പോവാണ്. അപ്പത്തേക്കും അംബികാമ്മ എല്ലാരും കൂടെ അങ്ങോട്ട്, നാട്ടുകാർ എല്ലാരും കൂടെ വന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം വന്നു. ഇപ്പൊ രാജലക്ഷ്മി നെഞ്ചത്ത് വെച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക. എന്റെ ദൈവം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം അവരോട് പറഞ്ഞതേ, ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അവളായിരിക്കും എന്ന് പറയണം. ആര്? ആ പല്ലവി ഉണ്ടല്ലോ, അവളായിരിക്കും. അവൾക്ക് എന്റെ മോനോട് ദേഷ്യമുള്ള അവളായിരിക്കും അതിന്റെ പിന്നിൽ എന്ന് പറയണം. വേറെ ആരും ഇങ്ങനത്തെ ഒരു കടുകൈ ചെയ്യത്തില്ലെന്ന് പറയാണ്. അവന് അവളും കൂടെ ആ സേതുവിനോടൊപ്പം ജീവിക്കാനായിട്ട് പല്ലവി മനഃപൂർവ്വം അവളെ തള്ളിയിട്ടായിരിക്കും എന്ന് പറയാണ്. ഇത് കേട്ടതും അവര് പറഞ്ഞു, അതിന് തെളിവൊന്നും ഇല്ലല്ലോ, അല്ല ഒരാൾ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, ദൃക്സാക്ഷി ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അതിന് കേട്ടതേ വലിയ ഉള്ളൂ. ആദ്യം ഒരു കാര്യം ചെയ്യാം, നമുക്ക് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ, അത് രക്ഷപ്പെട്ടോന്ന് അറിയത്തില്ലോ എന്ന് പറയണം. അങ്ങനെ മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് അവിടെ പുഴയിലൊക്കെ മുങ്ങുവാണ്. മുങ്ങയിലും കുറെ സമയം നോക്കിയിട്ടും ഇന്ദ്രനെ കുറിച്ച് ഒരു വിവരം കിട്ടിയില്ല. എങ്ങനെ കിട്ടാനാന്ന് പറ, ഇന്ദ്രനാണെങ്കിൽ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഇന്ദ്രനെ ഇതിനോടകം നീന്തി രക്ഷപ്പെട്ടാണ് ഇന്ദ്രനെ അനോണിമസ് കോളൊക്കെ വിളിച്ചു പറയുന്നേ. അങ്ങനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് രാജലക്ഷ്മിക്ക് ആ പാ ടെൻഷനായി, തന്റെ മോനിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കോ. അവസാനം പോലീസുകാർ പറഞ്ഞു, ഒരു പക്ഷെ രക്ഷപ്പെട്ടുണ്ടാകാനായിട്ട് ചാൻസ് കൂടുതൽ, ഇതിലായിട്ടും ബോഡിയൊന്നും കിട്ടിയിട്ടില്ലോ എന്ന് പറയാണ്. പക്ഷെ അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. രക്ഷപ്പെട്ടെങ്കിൽ എങ്ങനെയാലും വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യണ്ടല്ലേ. ആ സമയം പല്ലവിയുടെ നെഞ്ചെത്തിയ പല്ലവി ഇടയ്ക്ക് സേതുവേട്ടാ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട് ഇന്ദ്രനെ കുറിച്ച് ആലോചിച്ചിട്ട്, അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ലോ. നീ ഇപ്പൊ തൽക്കാലത്തേക്ക് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, പറഞ്ഞ കേട്ടല്ലോ, ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാണ്. പല്ലവിയുടെ നെഞ്ച് പടപട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല്ലവിനെ എല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഒരുക്കുവാണ്. ആ സമയത്താണ് അങ്ങോട്ട് പോലീസുകാരും രാജലക്ഷ്മിയും കൂടെ അങ്ങോട്ട് വരുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് പല്ലവി, കാരണം ഇങ്ങോട്ട് അന്വേഷിച്ച് വരുമെന്നുള്ളത്. പിന്നീട് പല്ലവിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്ട് വരണമെന്ന് പറയണം. പിന്നീട് സേതുവിനെ കൂടെ വിളിപ്പിക്കുകയാണ്. ഈ സമയം അച്ചു പറഞ്ഞു, അല്ല എന്താ കാര്യം എന്താന്ന് ചോദിക്കും. കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാന്ന് പറയണം. ഒരു മിസ്സിംഗ് കേസ് ഉണ്ട്, അപ്പൊ അത് നിങ്ങൾക്കെതിരെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പല്ലവിനും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് അച്ചുവൊക്കെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.